ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്നൊരു കുഞ്ഞു സ്കേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു നെറ്റിൻ്റെ ക്ലോത്തിൽ സീക്വൻസും ബീഡ്സും വരുന്നൊരു മെറ്റീരിയലാണ്. 2.5 മീറ്ററാണ് ഇതിന് സ്റ്റിച്ചിന് എടുത്തിട്ടുള്ളത്. ഇതിന് ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ നമുക്കതിന് മേലെ ഒരു ബാൻഡ് വരുമല്ലോ, അപ്പോൾ അതിന് 1 ഇഞ്ച് കുറച്ചിട്ട് 15 ഇഞ്ചാണ് ഞാൻ ഈ ലെങ്ത്ത് കട്ട് ചെയ്യുന്നത്. 2.5 മീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അടിയിൽ അത്യാവശ്യം സീക്വൻസും ബീഡ്സൊക്കെ ഉള്ളൊരു തുണിയാണ്. അത്യാവശ്യം വെയിറ്റ് വരുന്നൊരു തുണി കൂടെയാണ്. ഇതേപോലെ ആ ഒരു കട്ട് ചെയ്ത പീസ് നമ്മൾ ഇതേപോലെ കുഞ്ഞു പ്ലീറ്റ് ആയിട്ട് എടുക്കുക. അതിൻ്റെ അരവണ്ണം വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൽ കൂടെ ഒരു 6, 7, 8 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു പീറ്റെടുത്ത തുണിൻ്റെ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ലൈനിങ് കൊടുത്തിട്ടുള്ളത് സാറ്റിനാണ്, സാറ്റിൻ ക്ലോത്താണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ 1.5 മീറ്ററേ അത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും ഇതേപോലെ തന്നെ 15 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തു. എന്നിട്ട് അതും ഇതേപോലെ പ്ലീറ്റ് ഇട്ടെടുത്തു. ഈ മെയിൻ ക്ലോത്ത് പ്ലീറ്റ് എടുത്തിട്ട് 22 ഇഞ്ചാണ് ടോട്ടൽ അതിൻ്റെ വിഡ്ത്ത് കിട്ടിയിട്ടുള്ളത്. 16 ഇഞ്ചാണ് ബേബിൻ്റെ അരവണ്ണം ഉള്ളത്. അപ്പോൾ അതിൽ കൂടെ കുറച്ച് എക്സ്ട്രാ നമ്മൾ എടുക്കണം. അതേപോലെ തന്നെ ആ അളവ് തന്നെയാണ് അതിൻ്റെ സാറ്റിൻ ലൈനിങ്ങും ഇതേപോലെ പ്ലീറ്റ് എടുത്തു. ഞാനിത് ഈ സ്കേർട്ട് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ലൈനിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റിഫ് നെറ്റും കൂടെ വെച്ചിട്ടുണ്ട്. സ്റ്റിഫ് നെറ്റിൻ്റെ വെക്കണ വീഡിയോസൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. നമ്മൾ ഉടുപ്പിൻ്റെയും സ്കേർട്ടിൻ്റെ ഒക്കെ ഉള്ളിൽ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുത്താൽ അത്യാവശ്യം പൊങ്ങി കുട്ടികളൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി അതേപോലെ തന്നെ മെയിൻ ക്ലോത്ത്, സാറ്റിൻ ക്ലോത്ത്, അതേപോലെ കോട്ടൺ ലൈനിങ്ങും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അത് മൂന്നും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി അതിൻ്റെ ബാനിനുള്ള തുണി നമുക്ക് പീസ് കട്ട് ചെയ്യാം. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാനതിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ചോ 3 ഇഞ്ചോ വിഡ്ത്തും അതേപോലെ 22 ഇഞ്ച് ലെങ്ത്തും ഇതേപോലെ നെറ്റ് ക്ലോത്തും സാറ്റിൻ ക്ലോത്തും കൂടി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു വശം മാത്രം ഇതേപോലെ മടക്കി അടിച്ചു. ആ ഒരു ബാൻഡ് പീസിൻ്റെ ഒരു വശം മാത്രം മടക്കി അടിച്ചു. അത് മടക്കി അടിക്കാത്ത വശത്താണ് ഞാൻ ഈ ഒരു സ്കേർട്ട് പാർട്ട് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു വശത്ത് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിരുന്നല്ലോ, ആ വശത്തല്ല, മടക്കി അടിക്കാത്ത വശത്താണ് സ്കേർട്ട് പാർട്ട് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിനെ ആ മടക്കി വെച്ച വശത്തിനെ നല്ല വശത്തേക്ക്, അത് ചീത്ത വശത്ത് വെച്ചാണ് ആദ്യം അടിച്ചത്. എന്നിട്ട് അതിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഇതേപോലെ ഒരു പ്രസ്സടി കൊടുക്കുക. 16 ഇഞ്ചാണ് ഈ സ്കേർട്ടിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഞാനത് 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. 14 ഇഞ്ചാണ്, 2 ഇഞ്ച് കുറച്ചിട്ട് 14 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് ഇതിന് എടുത്തിട്ടുള്ളത്. ആ ഇലാസ്റ്റിക് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ ഉപയോഗിച്ചിട്ട് കോർത്തെടുക്കുക. എന്നിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ വശത്തായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അതിനുശേഷം സ്കേർട്ട് രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് ഇതേപോലെ ആദ്യം ഒന്നിച്ച്, അതായത് ഇലാസ്റ്റിക്കിൻ്റെ അവിടെ മാത്രം കുറച്ച് ഭാഗം കുറച്ചടിച്ചിട്ട് ബാക്കി നല്ല പീസും സാറ്റിൻ പീസും കൂടെ മാറ്റിയിട്ട് ലൈനിങ് മാത്രം, അതായത് കോട്ടൺ ലൈനിങ് മാത്രമായിട്ട് അടിക്കുക. അതിനുശേഷം സാറ്റിൻ ലൈനിങ് അടിക്കുക. അതിനുശേഷം നെറ്റ് ക്ലോത്തും സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അതായത് സ്റ്റിഫ് നെറ്റൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി കിടക്കും ഈ ഒരു സ്കേർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.